കർത്താവായ യേശുക്രിസ്തു ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആറാമത്തെ മൊഴി, യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 30 വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന ആറാമത്തെ മൊഴി പൂർത്തീകരണത്തിന്റെ മൊഴിയാണ്. ക്രിസ്തു പറയുന്നു, സകലവും നിവൃത്തിയായി. ഇംഗ്ലീഷ് ബൈബിളിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ടെറ്റലസ്റ്റായി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി, സകലവും നിവൃത്തിയായി. ഇന്നലെ വരെ തന്നെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും പൂർത്തീകരിച്ച സന്തോഷത്തോടെ കർത്താവ് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ, സാധാരണയായി മരണക്കിടക്കയിൽ കേട്ട് ശീലിക്കാത്ത വാക്കുകളാണ് കർത്താവ് ഉച്ചരിക്കുന്നത്. വളരെ തൃപ്തിയോടെ, വളരെ സംതൃപ്തിയോടെ, തന്റെ ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തിയായി എന്ന ബോധ്യത്തോടെ നിവൃത്തിയായി എന്ന് കർത്താവ് ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ, അനേകം ലോക നേതാക്കന്മാരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ഇത്രത്തോളം സംതൃപ്തിയോടെ ജീവിതം അവസാനിപ്പിച്ച വ്യക്തി ജീവിതങ്ങൾ വളരെ വിരളമാണ്. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണക്കിടക്കയിൽ ചില ദിവസങ്ങൾക്കകം താൻ മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ, വിലപിടിപ്പുള്ള തന്റെ കട്ടിലിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരത്തിനുള്ളിൽ, സുരക്ഷാ വലയത്തിനുള്ളിൽ കിടക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി തന്റെ അരികിലായിരുന്ന പരിചാരകന്മാരോട് ഇപ്രകാരം പറയുകയാണ്: ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രാജവീതിയിലൂടെ എന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് ശവമഞ്ചം കടന്നു പോകുമ്പോൾ എന്റെ 2 കരങ്ങളും ശവമഞ്ചത്തിന് പുറത്ത് ഇട്ടിരിക്കണം. കാരണം ലോകം കാണണം. ലോകം മുഴുവനും കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ നേടിയതും വെട്ടിപ്പിടിച്ചതും അടക്കിയെടുത്തതും ഒന്നും എനിക്ക് പ്രയോജനമായി മാറിയിട്ടില്ല. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി നിരാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതം അവസാനിക്കുമ്പോൾ, കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ആറാമത് മൊഴിയുന്ന മൊഴി സകലവും നിവൃത്തിയായി എന്നതാണ്. തൃപ്തിയുടെ, സമ്പൂർണതയുടെ, വിജയത്തിന്റെ, ആഘോഷത്തിന്റെ വാക്കുകളാണ് കാൽവരി ക്രൂശിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ആറാമത്തെ മൊഴി നൽകുന്ന ആത്മീക ചിന്തകൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ടെറ്റലസ്റ്റായി എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ പല ഇടങ്ങളിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പദത്തിന്റെ വിവിധ അർത്ഥങ്ങൾ, പൂർത്തിയായി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ടെറ്റലസ്റ്റായി എന്ന പദത്തിന്റെ വ്യത്യസ്ത അർത്ഥങ്ങളെ നാം പരിശോധിക്കുമ്പോൾ, കർത്താവ് പറയുന്ന ആറാമത്തെ മൊഴിയുടെ ആഴം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഒന്നാമതായി, വേദപുസ്തക അടിസ്ഥാനത്തിൽ ടെറ്റലസ്റ്റായി എന്ന പദം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം ഇപ്രകാരമാണ്: പ്രവചനങ്ങളുടെ പൂർത്തീകരണം, ഈ ഭൂമിയിലെ തന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണം. പ്രവചനങ്ങളുടെ പൂർത്തീകരണം, ഈ ഭൂമിയിൽ പിതാവ് തന്നെ അയച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണം. കർത്താവ് സകലവും നിവൃത്തിയായി എന്ന് പറയുമ്പോൾ നിവൃത്തിയായത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിന്റെയും ജനനത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തു ആരിലൂടെ ജനിക്കുമെന്നും എവിടെ ജനിക്കുമെന്നും എപ്രകാരം വളരുമെന്നും തന്റെ ജീവിത രീതികളെ കുറിച്ചും തന്റെ മരണത്തെക്കുറിച്ചും അതിനു മുന്നോടിയായി താൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി അനേകം പ്രവാചകന്മാരിലൂടെ, കീർത്തനങ്ങളിലൂടെ രചിക്കപ്പെട്ടതാണ്. കർത്താവ് കാൽവരി ക്രൂശിൽ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പായി കർത്താവ് പറയുകയാണ്: സകലവും നിവൃത്തിയായി. പ്രവചനങ്ങളുടെ പൂർത്തീകരണം ഇവിടെ സംഭവിക്കുകയാണ്. മാത്രവുമല്ല, പിതാവ് തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം നിവൃത്തിയാകുകയാണ്. പിതാവിനോട് പറയുകയാണ്: പിതാവേ, ഇതാ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു. അതിനു മുമ്പായി നീ തിരിച്ചറിയുക, നീ എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ടെറ്റലസ്റ്റായി, നിവൃത്തിയായി എന്ന പദം നൽകുന്ന ഒന്നാമത്തെ ചിന്ത, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളുടെ പൂർത്തീകരണമാണ്, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ടെറ്റലസ്റ്റായി എന്ന പദം മതപരമായ ആവശ്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമല്ല. ഇതിന് മറ്റു ചില അർത്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള, ധനപരമായ ഇടപാടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ടെറ്റലസ്റ്റായി എന്നത്. ഒരു വ്യക്തി ഒരു ലോൺ എടുക്കുകയോ ഒരു കടം എടുക്കുകയോ ചെയ്തതിനു ശേഷം ആ ലോണ് പൂർണ്ണമായിട്ടും വീട്ടി കഴിയുമ്പോൾ ആ മനുഷ്യന് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ടെറ്റലസ്റ്റായി എന്നത്. അല്ലെങ്കിൽ ആ മനുഷ്യന് നൽകുന്നതായ ഉറപ്പാണ്, നിങ്ങൾ നൽകേണ്ടുന്ന കടം മുഴുവനും
എടുത്തതായ ലോൺ മുഴുവനും അടച്ചു തീർത്തിട്ടുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ ഈ കടക്കണിയിൽ നിന്നും സ്വതന്ത്രനാണ് എന്നത്. തെറ്റസ്റ്റായി എന്ന പദം കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോ ലോകത്തോട് കർത്താവ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കടങ്ങളെ ഞാനിതാ കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ വരെ ചെയ്തു കൂട്ടിയിരുന്ന പാപത്തിന്റെ ഫലമായി നിങ്ങൾ അടക്കേണ്ടിയിരുന്ന സകല പാപക്കടങ്ങളെയും ഞാനിതാ വീട്ടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ കടക്കാരല്ല. കർത്താവ് നമ്മോട് പറയാണ്, ഇനി നിങ്ങൾ കടക്കാരല്ല. കാരണം ഈ ലോകം അടച്ചു തീർക്കേണ്ടുന്ന, മനുഷ്യകുലം അടച്ചു തീർക്കേണ്ടുന്ന എല്ലാ കടങ്ങളെയും ഞാൻ കാൽവരി ക്രൂശിൽ അടച്ചു തീർത്തിരിക്കുകയാണ്. നിങ്ങൾ ഇനി കടക്കാരല്ല. തെറ്റലസ്റ്റായി എല്ലാ കടങ്ങളെയും, എല്ലാ പാപക്കടങ്ങളെയും കർത്താവ് കാൽവരി ക്രൂശിൽ നിവൃത്തിയാക്കിയിരിക്കുകയാണ്, പൂർത്തിയാക്കിയിരിക്കുകയാണ്. കർത്താവ് പറയുന്നു നിവൃത്തിയായി. മൂന്നാമതായി, നിവൃത്തിയായി എന്ന പദത്തിന് മറ്റൊരർത്ഥമുണ്ട്. അത് ലീഗലായിട്ടുള്ള നിയമപരമായ ചില അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഒരു കുറ്റവാളി തനിക്ക് വിധിക്കുന്ന ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആ മനുഷ്യന് നൽകുന്നതായ ഉറപ്പാണ് തെറ്റലസ്റ്റായി എന്നത്. നിങ്ങൾ നിങ്ങളുടെ ശിക്ഷകൾ അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ശിക്ഷാ കാലാവധി നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത കുറ്റത്തിന് വിധിച്ചതായ ശിക്ഷ പൂർണ്ണമായിട്ടും നിങ്ങൾ തികച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ശിക്ഷയിൽ നിന്നും സ്വതന്ത്രരാണ്. കർത്താവ് കാൽവരി ക്രൂശിൽ തെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, പാപത്തിന്റെ ഫലമായി നാം അനുഭവിക്കേണ്ടുന്ന ശിക്ഷ മുഴുവനും കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു എന്നാണ്. പാപത്തിന് അടിമപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ, നാം ഏൽക്കേണ്ടിയിരുന്ന പീഡനം, നാം ഏൽക്കേണ്ടിയിരുന്നതായ പ്രയാസങ്ങൾ കർത്താവ് കാൽവരി ക്രൂശിൽ ഏൽക്കുകയും ആ ശിക്ഷ പൂർണ്ണമായി വഹിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് പറയുന്നു, ഇനി പാപത്തിന്റെ കാരണത്താൽ നിങ്ങളെ ശിക്ഷിപ്പാനായിട്ട് പിശാചിന് കഴിയില്ല. കാരണം ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിലൂടെ, ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ ലഭ്യമായിരിക്കുകയാണ്. തെറ്റസ്റ്റായി നിയമപരമായ ഒരു പദമാണ്. കുറ്റവാളികൾ അവരുടെ ശിക്ഷകൾ പൂർത്തീകരിക്കുമ്പോൾ പറയുന്ന ഒരു പദമാണ്. മറ്റൊരർത്ഥം, മതപരമായ ചില അർത്ഥങ്ങൾ തെറ്റസ്റ്റായി എന്ന പദത്തിനുണ്ട്. ഒരു യാഗം പൂർത്തീകരിക്കുമ്പോൾ പുരോഹിതൻ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് തെറ്റസ്റ്റായി എന്നത്. യാഗം പൂർത്തിയായി എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. യാഗം പൂർത്തിയായി. കാൽവരി ക്രൂശിൽ മൂന്നാണിമേൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് അവന്റെ ശരീരത്തിലൂടെ രക്തം വാർന്ന് ഒഴുകുകയാണ്. യാഗപീഠത്തിന്മേൽ യാഗമൃഗത്തെ പിടിച്ചുകെട്ടി ആ യാഗമൃഗത്തിന്റെ ശരീരത്തിലൂടെ രക്തം വാർന്ന് ഒഴുകി യാഗം പൂർത്തീകരിക്കുമ്പോൾ പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് യാഗം പൂർത്തിയായി എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ തന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് കർത്താവ് ഒഴുക്കി നൽകുമ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ പ്രഖ്യാപിക്കുകയാണ് നിവൃത്തിയായി, തെറ്റലസ്റ്റായി. ഞാൻ എന്ന യാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. ഞാൻ നിങ്ങൾക്കായി പാനീയ യാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പകരം ഹോമയാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഈ ലോകത്തിൽ യാഗങ്ങൾ ഇല്ല. കാൽവരി ക്രൂശിലെ കർത്താവിന്റെ ക്രൂശ് മരണം ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും അവസാനത്തെ, ഏറ്റവും അർത്ഥവത്തായ യാഗമാണ്. ഇനി ലോകത്തിന്റെ രക്ഷയ്ക്കായി, പാപക്ഷമയ്ക്കായി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. കർത്താവ് യാഗമായി മാറുകയാണ്. കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഈ യാഗം പൂർത്തിയായിരിക്കുകയാണ്. തെറ്റലസ്റ്റായി. ഏറ്റവും അവസാനമായി, തെറ്റലസ്റ്റായി എന്ന പദം സാധാരണയായിട്ട് ഉപയോഗിച്ച് കാണുന്നത് യുദ്ധങ്ങളിൽ വിജയിക്കുമ്പോൾ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നതായ പടയാളി മഹാരാജാവിന്റെ അരികിലേക്ക് കടന്നു വന്ന് പറയുന്ന പ്രഖ്യാപനമാണ് തെറ്റലസ്റ്റായി, നാം വിജയിച്ചിരിക്കുകയാണ്. അല്ലയോ രാജാവേ, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു. ഈ രാജ്യത്തെ ഞാൻ സംരക്ഷിച്ചിരിക്കുകയാണ്. ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ ഞാൻ വിടുവിച്ചിരിക്കുകയാണ്. ഞാൻ ശത്രുവിനെ തകർത്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. വിജയത്തിന്റെ കൊടിയെ ഞാൻ ഉയർത്തിയിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ് നിവൃത്തിയായി, തെറ്റലസ്റ്റായി. കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, പിശാചിന്റെ തലയെ കാൽവരിയിൽ തകർത്തുകൊണ്ട്, പിശാചിന്റെ തലയെ കാൽവരിയിൽ തച്ചുടച്ചുകൊണ്ട് ഞാനിതാ വിജയിച്ചിരിക്കുകയാണ്. ലോകം, പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന ആത്മീക നേതൃത്വവും റോമാ സാമ്രാജ്യത്തിന്റെ അധികാരവർഗങ്ങളും കർത്താവിനെ ക്രൂശിച്ചു കൊല്ലുമ്പോൾ അതിലൂടെ കർത്താവിനെ പരാജയപ്പെടുത്താമെന്നും തകർക്കാമെന്നും ചിന്തിച്ചെടുത്ത് കർത്താവ് പറയുന്നു തെറ്റലസ്റ്റായി, ഞാൻ വിജയിച്ചിരിക്കുകയാണ്.
കാൽവരി ക്രൂശിൽ വിജയത്തിന്റെ പതാക പാറിപ്പറത്തിക്കൊണ്ട് 33.5 വയസ്സിൽ വളരെ തൃപ്തിയോടെ, വളരെ സംതൃപ്തിയോടെ, സന്തോഷത്തോടെ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, തെറ്റിലസ്റ്റായി, സകലവും നിവൃത്തിയായി. പ്രിയ ദൈവജനമേ, തൃപ്തിയോടെ നമ്മുടെ ജീവിതങ്ങളെ നയിപ്പാൻ ക്രിസ്തു കാൽവരി ക്രൂശിൽ സകലവും പൂർത്തിയായി എന്ന് തന്റെ മരണക്കിടക്കിയിൽ പ്രഖ്യാപിക്കുന്നത് പോലെ പിതാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഭൗതികവും ആത്മീയവുമായ ദൗത്യങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് തൃപ്തിയോടെ ജീവിപ്പാൻ, ഏറ്റവും പ്രയോജനകരമായ ഫലവത്തായ ജീവിതം നയിപ്പാൻ 6-ാമത്തെ മൊഴി നമ്മെ ഒരുക്കുമാറാകട്ടെ. കർത്താവ് 6-ാമത്തെ മൊഴിയിലൂടെ പ്രഖ്യാപിക്കുന്ന പൂർത്തീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷയായിട്ട് അനുഭവിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.